കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 9th സ്റ്റാൻഡേർഡിന്റെ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ടെറൈസസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ആ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായ ഭൂപ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് തീരസമതലത്തെക്കുറിച്ചും കൊങ്കൺ തീരസമതലത്തെക്കുറിച്ചും അതുപോലെ തന്നെ മലബാർ തീരസമതലത്തെക്കുറിച്ചും മറ്റ് അനവധി വസ്തുതകളും മനസ്സിലാക്കി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കിഴക്കൻ തീരസമതലമാണ് തുടക്കത്തിൽ എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അനുബന്ധ വസ്തുതകളും മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നന്നായിട്ട് ശ്രദ്ധിക്കണേടെ. നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചാപ്റ്ററിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ നമ്മുടെ തീരസമതലങ്ങളെ ആസ്പദമാക്കിയിട്ട് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലേ. കിഴക്കൻ തീരസമതലം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പിക്ചറിൽ കഴിഞ്ഞ ദിവസത്തെ പിക്ചറിൽ കണ്ടാണ്, അത് ഭൂപടത്തിൽ കണ്ടാണ്, ഇന്ത്യയുടെ ഭൂപടത്തിൽ കണ്ടിരുന്നു അല്ലേ. അതിന്റെ വലത് സൈഡിലായിട്ട് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയതാണ്. പടിഞ്ഞാറൻ തീരസമുദ്രത്തിന് വീതി കുറവാണെന്ന് നമുക്കറിയാം. അതായത് കൊങ്കൺ തീരസമുദ്രത്തിലാണ് എക്സ്പെഷ്യലി വീതി വളരെ കുറവ്, കാരണം പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത് കൊണ്ട്. അപ്പോൾ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് ഏത്? കിഴക്കൻ തീരസമതലം. അത് നമുക്കറിയാലോ അല്ലെ. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ എവിടെ മുതലാടെ? മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ളതാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ ടെറൈസസിലെ കിഴക്കൻ തീരസമതലം. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി ഏതൊക്കെയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടതാണ് കിഴക്കൻ ടെറൈസസ്. കിഴക്കൻ തീരസമതലം മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുണ്ട്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് കിഴക്കൻ തീരസമതലം രൂപം കൊണ്ടത്. അറിഞ്ഞിരിക്കണം, പ്രസ്താവന തരത്തിൽ ഉൾപ്പെടാം. ഓർത്തിരിക്കണം, ഇതൊരു ഉയർത്തപ്പെട്ട എമേർജ്ഡ് കോസ്റ്റ് ആണ്. എമേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലം. എക്സാമിന് ചോദിക്കാം. നമുക്ക് മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, അപ്പൊ ഈ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഏതാണ്? മഹാനദിയുടെയും കൃഷ്ണയുടെയും ഗോദാവരിയുടെയും കാവേരിയുടെയും ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് കിഴക്കൻ തീരസമതലം. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്താണ് വടക്കൻ സിർക്കാർ തീരം? നമ്മൾ മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുള്ള കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനി എന്താണ് ഈ വടക്കൻ സിർക്കാർ തീരം? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ, ഓർത്തിരിക്കണം, മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. എന്താണ് വടക്കൻ സിർക്കാർ തീരം? ഈ വടക്കൻ സിർക്കാർ തീരത്തിൽ ഷുവറാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. വടക്കൻ സിർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളാണ് വടക്കൻ സിർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്നത്? മെയിനായിട്ട് ഒഡീഷയുടെയും ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ തീരദേശം ഈ സിർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്നു. ഇതിനകത്ത് ഓർത്തിരിക്കുന്ന എക്സാമിന് ചോദിക്കും, ഈ വടക്കൻ സിർക്കാർ തീരത്തെ ഒഡീഷയിൽ അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. എന്താണ് ഉത്കൽ സമതലം? എക്സാമിന് ചോദിക്കും. ആന്ധ്രാപ്രദേശില് വടക്കൻ സിർക്കാർ തീരത്തെ ആന്ധ്ര സമതലം എന്ന്, ഒഡീഷയിൽ ഉത്കല സമതലം എന്ന് ഒഡീഷയിലും വടക്കൻ സിർക്കാർ തീരത്തെ ആന്ധ്രാപ്രദേശിലെ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കിഴക്കൻ തീരസമതലവും മുഖ്യമായും ഡെൽറ്റ രൂപീകൃതമാണെന്നല്ലേ. അതുപോലെ തന്നെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് വടക്കൻ സിർക്കാർ തീരവും. മഹാനദിയുടെയും ഗോദാവരിയുടെയും കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഏത്? വടക്കൻ സിർക്കാർ തീരം. ഒഡീഷയിലെ ഉത്കൽ സമതലം എന്നും, ആന്ധ്രാപ്രദേശിലെ ആന്ധ്ര സമതലം എന്നറിയപ്പെടുന്ന വടക്കൻ സിർക്കാർ തീരം.
മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന എക്സാമിന് ചോദിക്കും. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ വലിയ തടാകത്തിനൊരു ഉദാഹരണമാണ്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം. നിങ്ങൾക്കറിയാം ചിൽക്ക തടാകത്തെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടില്ലേ? എന്താണ് ഈ ഡെൽറ്റ എന്ന് കുറേ നേരം നമ്മൾ എന്താണ് ഈ ഡെൽറ്റ? സിമ്പിളായിട്ട് പറഞ്ഞ ഡെൽറ്റ എന്നാണ് ഒരു നദി കടലിലോ കായലിലോ ചേരുമ്പോൾ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് ഡെൽറ്റ. ഒരു നദി കടലിലോ കായലിലോ ചേരുമ്പോൾ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് രൂപപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശത്തെയാണ്. ഒരു നദി കടലിലോ കായലിലോ ചേരുമ്പോൾ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് ഏത്? ഡെൽറ്റകൾ. ഇതിനെ അഴിമുഖം അല്ലെങ്കിൽ അഴിപ്രദേശം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, ഈ ഡെൽറ്റയെ, ഈ ഭൂപ്രദേശത്തെ അഴിമുഖം അല്ലെങ്കിൽ അഴിപ്രദേശം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിൽക്ക തടാകത്തെ കുറിച്ച് അല്ലേ? മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ത്യയിലെ വലിയ തടാകങ്ങളിലൊന്നായ ചിൽക്ക തടാകം അല്ലെ? ഏഷ്യാസ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ഒഡീഷയിലാണ് ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ആണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണിത്. ചിൽക്ക തടാകത്തെ കുറിച്ച് നിങ്ങൾ കുറേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള ലഗൂണാണ് ഏത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള ലഗൂണാണ് ചിൽക്ക തടാകം. ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്താണെന്ന് നിങ്ങൾക്കത് അറിയാം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തീരദേശ ലഗൂൺ കൂടിയാണ് ഈ ചിൽക്ക തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തീരദേശ ലഗൂണാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇവിടെ ചിൽക്ക തടാകത്തിന്റെ ഒരു ചിത്രമാണ്, ഏറ്റവും വലിയ ദേശാടന പക്ഷികളുടെ ശൈത്യകാല ആവാസ കേന്ദ്രം കൂടിയാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം. ഒഡീഷയിലെ ഗഞ്ചം, പുരി, ഗുർദ എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? ചിൽക്ക തടാകം. അതുകൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള ലഗൂണും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തീരദേശ ലഗൂണും കൂടിയാണ് ഏതടെ ചിൽക്ക തടാകം. ഓക്കെ അല്ലേ? ഇനി ആന്ധ്രയിലെ കൊല്ലേരു തടാകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആന്ധ്രയിലെ കൊല്ലേരു തടാകം കിഴക്കൻ തീരത്തിന്റെ, നമ്മൾ കിഴക്കൻ തീരത്തെ കുറിച്ചാണ് പഠിച്ചത്. കിഴക്കൻ തീരത്തിന്റെ മറ്റൊരു പ്രധാന തടാകമാണോ ആന്ധ്രയിലെ കൊല്ലേരു തടാകം. ഓർത്തിരിക്കണം, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങളൊക്കെ കുറവാണ്. ഈ കിഴക്കൻ തീരത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ നമുക്കറിയാം, വിശാഖപട്ടണവും മസൂലിപട്ടണവും. കേട്ടിട്ടുണ്ട് നിങ്ങൾ? വിശാഖപട്ടണവും മസൂലിപട്ടണവും കിഴക്കൻ കിഴക്കൻ സമതല തീരത്തുള്ള തുറമുഖങ്ങളാണ്. ഏതൊക്കെ? വിശാഖപട്ടണവും മസൂലിപട്ടണവും. അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ചിൽക്ക തടാകത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇടത് സൈഡിൽ കാണാൻ സാധിക്കും. ശ്രീകാകുളം, ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി, ഇവയൊക്കെ നെല്ലറകളാണ്. ആന്ധ്രാപ്രദേശിന്റെ നെല്ലറകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വിശാഖപട്ടണവും മസൂലിപട്ടണവും, ഇവയൊക്കെ എന്താണ്? അവിടുത്തെ തുറമുഖങ്ങളാണ്, മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ഇത് വിശാഖപട്ടണവും മസൂലിപട്ടണം. അവിടെ നിന്നൊക്കെ മത്സ്യങ്ങൾ കേരളത്തിലേക്ക് കയറ്റുമതിയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കിഴക്കൻ തീരത്തുള്ള നെല്ലറകൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകാകുളവും ഈസ്റ്റ് ഗോദാവരിയും വെസ്റ്റ് ഗോദാവരിയും, അതുപോലെ തന്നെ കിഴക്കൻ തുറമുഖ തീരത്തുള്ള മത്സ്യബന്ധന തുറമുഖങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖപട്ടണവും മസൂലിപട്ടണവും
അറിഞ്ഞിരിക്കണം. ഈ വസ്തുതകളൊന്നും വിട്ടുപോകരുത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് കോറമന്റൽ തീരത്തെ കുറിച്ചാണ്. കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള കൊറമണ്ടൽ തീരത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ, ഇവിടെ മുതലാടെ കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാടേ ഏത്? കോറമണ്ടൽ തീരം. ഈ കോറമണ്ടൽ തീരത്താണ് നിങ്ങൾക്കറിയാം മറീന ബീച്ച്. ഏത്? ചെന്നൈയിലെ പ്രമുഖമായ ബീച്ചായ മറീന ബീച്ച്. അപ്പോൾ കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാടേ ഇത് കോറമണ്ടൽ തീരം. അതുപോലെ തന്നെ കൃഷ്ണാനദി മാത്രമല്ല, കാവേരി നദി ഡെൽറ്റയും ഈ കോറമണ്ടൽ തീരത്തിന്റെ ഭാഗമാണ്. തീരസമതലത്തിന്റെ ഭാഗമാണ് കാവേരി നദി ഡെൽറ്റയും. ഈ കോറമണ്ടൽ തീരസമതലത്തിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള ഡെൽറ്റ എക്കൽ മണ്ണ് കോറമണ്ടൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോറമണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം. ഈ പുലിക്കാട്ട് തടാകം കോറമണ്ടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട അല്ലേ? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട അറിയത്തില്ലേ? അവിടുത്തെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ. നിങ്ങൾക്കറിയാം ആന്ധ്രാപ്രദേശിലെ ഒരു ദ്വീപാണ് ഈ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് അല്ലേ? ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലെ ഒരു ദ്വീപാണ്. അതായത് പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ പുലിക്കാട്ട് തടാകം കോറമണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണെന്നറിയാം. കോറമണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് ഈ പുലിക്കാട്ട് തടാകം. ഈ പുലിക്കാട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. ഈ പുലിക്കാട്ട് തടാകം അതുപോലെ തന്നെ പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങളും പിച്ചാവാരം കണ്ടൽക്കാടുകളും ഒക്കെ ഈ കോറമണ്ടൽ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ കോറമണ്ടൽ തീരത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഒന്ന് പുലിക്കാട്ട് തടാകമുണ്ട്, അതുകൊണ്ട് പോയിന്റ് കാലിമർ, ഇവ രണ്ടും ഈ കോറമണ്ടൽ തീരത്തെ പക്ഷി സങ്കേതങ്ങളാണ്. അതേപോലെ തന്നെ പിച്ചാവരം കണ്ടൽക്കാടുകൾ. അതുപോലെ തന്നെ ഈ കോറമണ്ടൽ തീരത്തിലെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് തമിഴ്നാട്ടിലെ നാഗപട്ടണം, അതുപോലെ തന്നെ കടലൂർ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ചെന്നൈ തീരത്തെ മറീന ബീച്ച്. ഇവയൊക്കെ മറീന ബീച്ച് വിനോദസഞ്ചാര കേന്ദ്രമാണ്, കോറമണ്ടൽ തീരത്തിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇവിടെയൊക്കെ ദ്വീപുകളുണ്ടെന്ന്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന 2 ദ്വീപ സമൂഹങ്ങളുണ്ട്, ചെറുദ്വീപുകളെ കൂടാതെ. ഒന്ന് ലക്ഷദ്വീപ്. ഈ ലക്ഷദ്വീപ സമൂഹം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം ഏത് കടലിലാണെന്ന്? ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം. ഏതാടെ? അറബിക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാടെ? നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹമാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഈ ലക്ഷദ്വീപിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയ. ലക്ഷദ്വീപിലെ ഒരു ദ്വീപ് ആണ് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. എക്സാമിന് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറിയിട്ട് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപീകൃതമായതാണ്. പവിഴപ്പുറ്റുകളാൽ രൂപീകൃതമായിട്ടുള്ള ദ്വീപാണ് ലക്ഷദ്വീപ്. കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വീപുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്, പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? നിങ്ങൾക്കറിയാം, കവരത്തിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഒരു ദ്വീപ സമൂഹമാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇതിൽ 10 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ. ആ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും ബിത്ര. അപ്പോൾ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം നിങ്ങൾക്കറിയാം
കവരത്തിയാണ്. നമുക്കറിയാം ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. അത് നിങ്ങൾക്കറിയാം. പവിഴജന്യമണൽ ബീച്ചുകളും അതുപോലെ തന്നെ ലഗൂണുകളൊക്കെ ഈ ലക്ഷദ്വീപിലെ സവിശേഷതകളാണ്. അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ലക്ഷദ്വീപിലെ മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം, ലക്ഷദ്വീപിൽ നിന്ന് ലഭിക്കുന്നത് ചൂരയാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. അവിടെ ഈ മത്സ്യ സംസ്കരണമൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഈ മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ചൂര മത്സ്യം സംസ്കരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണക്കിയെടുത്തുണ്ടാക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാസ് എന്ന് പറയുന്നത്. ഏതാണ് മാസ്? ലക്ഷദ്വീപിൽ ഒരുപാട് തെങ്ങുകളുണ്ടാവും. നിങ്ങൾ ചിത്രങ്ങളിലൂടെ കണ്ടിട്ടാവും. തെങ്ങുകളാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവും മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകളാണ് എവിടുത്തത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ കോടതി നമ്മുടെ കേരള ഹൈക്കോടതി തന്നെയാണ്, അതറിഞ്ഞിരിക്കണം. ലഗൂണുകള്, ബീച്ചുകള്, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണെന്ന് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ലക്ഷദ്വീപില്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ഒക്കെ അവിടെ ഇപ്പോൾ വളർന്നു വരുന്നതാണ്. അതായത് നിരവധി തൊഴിൽ സാധ്യതകൾ നൽകുന്നതാണ്. ഏതാണ്? സാഹസിക വിനോദസഞ്ചാരവും സ്കൂബ ഡൈവിംഗ്. എന്താണ് ലഗൂണുകൾ? എക്സാമിന് ഇങ്ങനെ ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? കടൽ തീരങ്ങളിൽ, ഓർത്തിരിക്കണം, കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് എന്ത് പറയുന്നത്? ലഗൂണുകൾ. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയമാണ് എന്തിടെ? ലഗൂണുകൾ. അഗത്തി ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പച്ച കളറിലൊക്കെ കാണാൻ സാധിക്കുന്നത്. കടൽ തീരങ്ങളില് മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണിടെ എന്ത്? ലഗൂണുകൾ. ഓക്കെ അല്ലേ? അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പവിഴദ്വീപുകൾ. ലക്ഷദ്വീപിലെ ഒരു പവിഴപ്പുറ്റാണ് വലത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന, എക്സാമിന് ചോദിക്കുമിടെ കോറൽ പോളിപ്പുകൾ. എന്താണ് കോറൽ പോളിപ്പുകൾ? കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാ അവശിഷ്ടങ്ങൾ. അവ മരിച്ചു കഴിയുമ്പോൾ അവയുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാടെ എന്ത് രൂപം കൊള്ളുന്നത്? പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാടെ എന്ത് രൂപം കൊള്ളുന്നത്? പവിഴപ്പുറ്റുകൾ. ഈ കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ്. എക്സാമിന് ചോദിക്കും, ഈ കോറൽ പോളിപ്പുകളുടെ സ്രവമാണ് കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് നൂറുകണക്കിന് വർഷങ്ങളാണ് എടുക്കുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് ഈ പവിഴ ദ്വീപുകൾ, അതായത് കോറൽ ഐലൻഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിലാണ് ഈ പവിഴപ്പുറ്റുകൾ വളർന്നിട്ട് അവിടെ പവിഴ ദ്വീപുകൾ ഉണ്ടാകുന്നത്. എക്സാമിന് ചോദിക്കും ഈ കോറൽ പോളിപ്പുകളെ അറിഞ്ഞിരിക്കണം എന്താണെന്ന്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ എന്ത് ചെയ്യും? ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓറഞ്ച്, മഞ്ഞ, പച്ച. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്ന ഒരു സ്രവമാണ് ആരുടെ? കോറൽ പോളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രൂപമാണ് ഏത്? പവിഴപ്പുറ്റുകൾ. ആ കോറലുകളുടെ സ്രവമാണ് ഏത്? കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നതിന് സഹായകമാകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ പവിഴപ്പുറ്റുകൾ പ്രധാനമായും വളരുന്നത് ഉഷ്ണമേഖലയിലായിരിക്കും. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള
താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഈ പവിഴപ്പുറ്റുകൾ സാധാരണ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണ് ഗൾഫ് ഓഫ് മന്നാർ, അതൊക്കെ അറിയണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലൊക്കെ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ എവിടെയൊക്കെയാണ്? ലക്ഷദ്വീപ്, ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ പവിഴപ്പുറ്റുകൾ കാണാൻ പറ്റും. കോറൽ പോളിപ്പുകൾ എന്ന സൂക്ഷ്മ സമുദ്ര ജീവികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമായ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. എക്സാമിന് ചോദിക്കും, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ്. അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ഈ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ എന്നും നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാൻ 10 ഡിഗ്രി ചാനൽ. എന്താണ് 10 ഡിഗ്രി ചാനൽ? അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ എന്നും നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗത്തെയാണ് 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ എക്സാമിന് ചോദിക്കും ഏതാണ്? ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം, അല്ലെ? ഈ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഈ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വത ഏക അഗ്നിപർവ്വതമായ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38, അതായത് 572ഓളം ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലുണ്ട്. അതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. അതും കൂടി അറിഞ്ഞിരിക്കണം. മിക്ക ദ്വീപുകളിലും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ ചോള എംപയറുമായിട്ടൊക്കെ കണക്ഷനുള്ള ഒരു ദ്വീപാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ എന്ന് അറിയപ്പെട്ടിരുന്നു സെപ്റ്റംബർ 13, 2024 വരെ. ആ പോർട്ട് ബ്ലെയറിന്റെ പേര് ഇപ്പോൾ പുതുതാണ് വിജയപുരം എന്നാക്കി റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ വിജയപുരമാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ പോർട്ട് ബ്ലെയർ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, പുതിയ തലസ്ഥാനമല്ല, തലസ്ഥാനത്തിന്റെ പേര് മാറ്റി വിജയപുരം എന്നാണ്. ചോള എംപയറുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളതാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റമായ ഇന്ദിരാ പോയിന്റ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഗ്രേറ്റ് നിക്കോബാർ ഭാഗത്തിന്റെയൊക്കെ 4 മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ മുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ നോർത്ത് ആൻഡമാനിലെ റോസ് ഐലൻഡിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധ്യമാകുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നോക്കി. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന 10 ഡിഗ്രി ചാനലിനെ കുറിച്ച്, പല ദ്വീപുകളെ കുറിച്ച് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പോർട്ട് ബ്ലെയർ, ഇന്നത്തെ വിജയപുരം എന്നറിയപ്പെടുന്ന, കണ്ടില്ലേ? ആൻഡമാൻ ദ്വീപ്, മിഡിൽ ആൻഡമാനും നോർത്ത് ആൻഡമാനും ലോവർ ആൻഡമാനും. സെന്റിനൽ ദ്വീപ് ആൻഡമാനിലാണ്. അതേപോലെ നിക്കോബാർ ദ്വീപുകളിൽ ലിറ്റിൽ നിക്കോബാറും ഗ്രേറ്റ് നിക്കോബാറും അതുപോലെ കാർ നിക്കോബാറൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവയൊക്കെ എവിടുത്തെ സവിശേഷതയാണ്? ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സവിശേഷതയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങള് ധാരാളമായിട്ട് വളരുന്നുണ്ട്. എവിടെ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. അതേപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്, അല്ലേ? പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൾ ഗുഹകളും എല്ലാമുള്ള പ്രദേശമാണ് ഇത് ആൻഡമാൻ
നിക്കോബാർ ദ്വീപ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ നോർത്ത് ആൻഡമാനിലുള്ള നെയിൽ ദ്വീപിന്റെ ചിത്രമാണ്. സമുദ്ര കമാനം ആകൃതിയിലുള്ള നെയിൽ ദ്വീപിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി തീര ഭൂരൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഓരോ ഭൂപ്രദേശങ്ങളിലും എന്തുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ വിവിധ ഭൂരൂപങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതും കാറ്റും ഹിമാനിയും നദികളും ഒക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. തിരമാലകളുടെ അപരദന നിക്ഷേപണ ഇറോഷൻ പഠിച്ചിട്ടില്ലേ? അപരദന നിക്ഷേപണ പ്രക്രിയകളുടെ ഫലമായിട്ട് ഇറോഷൻ ഇതൊക്കെ രൂപം കൊള്ളുന്നു അല്ലെ. ഇറോഷന്റെയും നിക്ഷേപത്തിന്റെയൊക്കെ ഫലമായിട്ട് വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളൊക്കെ രൂപം കൊള്ളുന്നുണ്ട്. നമുക്ക് നാട് ഇവിടെ ചിത്രം കാണാം. എന്താണ് ക്ലിഫ്? ഇന്നലെ തൊട്ടേ പഠിക്കുന്നു എന്താണ് ഈ ക്ലിഫ്. അതുകൊണ്ട് ഇവിടെ ഒരു ഉയർന്ന ഭാഗം, ഇതാണ് ഈ ക്ലിഫ്. എന്താണ് ഈ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗത്തെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലിഫ് എന്ന് വിളിക്കുന്നത്. ക്ലിഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമുദ്രതീരങ്ങളുടെ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാലയടിക്കുമ്പോൾ എന്ത് ചെയ്യും? തീരശിലകള് ഇറോഷനിലൂടെ നീക്കം ചെയ്യപ്പെടും അല്ലെ. സമുദ്രതീരങ്ങളുടെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇറോഷൻ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന കരഭാഗമാണ്, ചെങ്കുത്തായ കരഭാഗമാണ്, ഉയർന്ന ഭാഗമാണ്. അപരദനം സംഭവിച്ച് ഈ ഭാഗമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇങ്ങനെ രൂപപ്പെടുന്ന ഭാഗമാണ്, ഉയർന്ന കരഭാഗമാണ് ക്ലിഫ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ എന്ത് ചെയ്യും? ചെറുദ്വാരങ്ങൾ രൂപപ്പെടും. ഈ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ എന്തായി മാറും? വലിയ സമുദ്ര ഗുഹകളായി മാറും. കണ്ടില്ലേ? തിരമാലകളുടെ ഫലമായിട്ട് കണ്ടില്ലേ? സമുദ്ര ഗുഹകള് കാലക്രമേണ രൂപപ്പെടും. അതായത് തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെയാണ് തീരശിലകളിൽ ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് കാലക്രമേണ വലുതായിട്ട് സമുദ്ര ഗുഹകളായി രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിത്രത്തിൽ കണ്ടു കാണും, സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗമുണ്ട്. ഈ ശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു എന്ന് കണ്ടു. ഇങ്ങനെ കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയ ഇറോഷനിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു കമാന ആകൃതി കണ്ടില്ലേ? ഒരു കമാന ആകൃതി ഇരു ഗുഹകളും കൂടിച്ചേർന്ന് രൂപപ്പെടുന്നു. കാലക്രമേണയുള്ള അപരദന പ്രക്രിയ, ഇതിനെയാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിളാണ്. അതുപോലെ തന്നെ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് വീണ്ടും തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകളൊക്കെ രൂപപ്പെടാറുണ്ട്. നിങ്ങൾക്കറിയാം, കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും ചേർന്ന് കമാന ആകൃതി കൈവരിച്ചിട്ടാണ് സമുദ്ര കമാനം രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ സമുദ്ര സ്തംഭം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും അല്ലേ? സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം എന്ത് ചെയ്യും? തുടർച്ചയായിട്ടുള്ള എറോഷന്റെ ഫലമായിട്ട് തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം എന്ത് ചെയ്യും? തീരത്ത് നിന്നും വേർപെട്ട ഒരു തൂണ് പോലെ ബാക്കിയാവും. ചിത്രത്തിൽ നിങ്ങൾ കാണാം അല്ലെ? ഈ തൂണ് പോലെ ബാക്കിയാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? സമുദ്ര സ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിപ്പ് എന്താണ്? സമുദ്ര ഗുഹ എന്താണ്? സമുദ്ര കമാനം എന്താണ്? സമുദ്ര സ്തംഭം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വേലിയേറ്റ നിരപ്പ്, അതുപോലെ തന്നെ വേലി ഇറക്ക നിരപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേലിയേറ്റ നിരപ്പിലും വേലി ഇറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ, മറ്റേത് ഇറോഷനാണ് പഠിച്ച അപരദനം, ഇവിടെ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ നമുക്കറിയാം മണലും ചരലും ഒക്കെ അടിഞ്ഞുകൂടുമെന്ന്. ഇങ്ങനെ താൽക്കാലികമായി ഈ താൽക്കാലിക നിക്ഷേപത്തെയാണ് എന്ത് പറയുന്നത്? ബീച്ചുകൾ എന്ന് പറയും. എന്താണ്? വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയില് തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ, തിരമാലയുടെ
നിക്ഷേപണ പ്രവർത്തനത്താൽ മണലും ചരലും ഒക്കെ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് അറിയപ്പെടുന്നത്. വേലിയേറ്റ നിരപ്പിന്റെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേലിയിറക്ക നിരപ്പാണ് ദാണ്ട് ഈ ചിത്രം ബിയിൽ കാണുന്നത്. വേലിയിറക്ക നിരപ്പാണ്. വേലിയേറ്റ നിരപ്പില് ബീച്ച് രൂപപ്പെടും. വേലിയിറക്ക നിരപ്പാണ് നിങ്ങൾക്കിവിടെ ചിത്രം കാണാൻ സാധിക്കുന്നത്. അപ്പൊ വേലിയിറക്ക നിരപ്പ് അല്ലേ, വേലിയേറ്റ വേലിയിറക്ക നിരപ്പിലൂടെ ഈ ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് ആ ഇടയ്ക്കുള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയ, മണലും അതും ഇതൊക്കെ നിക്ഷേപിക്കുന്നതാണ്. ആ നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ബീച്ചുകൾ രൂപപ്പെടുന്നതെന്ന് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ പൊഴികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം പൊഴികളും ലഗൂണും മണൽ നാക്കൊക്കെ കാണാം. എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്ന താൽക്കാലിക മണൽത്തിട്ട. കടൽ തീരത്തിന് പാരലായിട്ട് തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന താൽക്കാലിക മണൽത്തിട്ടകളെയാണ് പൊഴികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ മണൽ നാക്ക് കണ്ട, ഒരു നാവിന്റെ ആകൃതിയിൽ മണൽ നാക്ക് കണ്ടില്ലേ? കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെയാണ് സ്പിറ്റ്. എക്സാമിന് ചോദിക്കും മണൽ നാക്ക്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെയാണ് എന്ത് പറയുന്നത്? മണൽ നാക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താണ് കടൽക്കാറ്റ്, കരക്കാറ്റ്? എക്സാമിന് ഇത് ചോദിക്കാറുണ്ടല്ലേ. നമുക്ക് കടൽക്കാറ്റും കരക്കാറ്റും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ കടൽക്കാറ്റും കരക്കാറ്റും തീരപ്രദേശങ്ങളിൽ നമുക്കറിയാം പകൽ സമയങ്ങളിൽ കര വേഗം ചൂട് പിടിക്കുന്നുവെന്ന് അല്ലെ. തീരപ്രദേശങ്ങളില് പകൽ സമയങ്ങളിൽ കര വേഗം ചൂട് പിടിക്കുകയാണ്. തീരത്തിന്റെ അടുത്താണ് അല്ലെ. പക്ഷേ കര പെട്ടെന്ന് തീരപ്രദേശങ്ങളിലെ പകൽ സമയങ്ങളിലെ കര പെട്ടെന്ന് ചൂട് പിടിക്കും. ഇതുമൂലം കരഭാഗത്തെ വായു എന്ത് ചെയ്യൂടെ? ചിത്രം നിങ്ങൾക്ക് എയിൽ കാണാൻ സാധിക്കും. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരും. ഈ മുകളിലേക്ക് ഉയരുമ്പോഴാണ് ഉഷ്ണവായുവാണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും എന്നാൽ ഈ സമയം കടലിൽ എന്ത് ചെയ്യും? താരതമ്യേന ചൂട് കുറവായിരിക്കും. തീരദേശ പ്രദേശത്തില് കര വേഗം ചൂട് പിടിക്കുന്നു എന്നറിയാം പകൽ സമയങ്ങളിൽ. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും? കരഭാഗത്തെ വായു, ഉഷ്ണവായു മുകളിലേക്ക് ഉയരും. അങ്ങനെ ന്യൂനമർദ്ദം രൂപപ്പെടും. എന്നാൽ ഈ സമയം കടലിൽ എന്തായിരിക്കും? താരതമ്യേന ചൂട് കുറവായിരിക്കും, ഉച്ചമർദ്ദവുമായിരിക്കും. അങ്ങനെ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമുള്ള കരയിലേക്ക്, ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമുള്ള കരയിലേക്ക്, കടലിൽ നിന്നും കരയിലേക്ക്. ഓക്കെ അല്ലേ? ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് എന്ത് പ്രവഹിക്കുന്നു? വായു പ്രവഹിക്കുന്നു. ഓക്കെ, ഇതാണ് കടൽക്കാറ്റ്. കടലിൽ നിന്നും കരയിലേക്ക്, ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക്, ഉച്ചമർദ്ദ പ്രദേശമായ കടലിൽ നിന്നും എന്ത് പ്രവഹിക്കുന്നു? വായു പ്രവഹിക്കുന്നു. തണുത്ത കടൽക്കാറ്റായിരിക്കും വരുന്നത് അല്ലേ. ഇതിനെയാണ് എന്ത് പറയുന്നത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ടാണ്, ഇത് പകൽ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. പകൽ സമയത്ത് തീരപ്രദേശങ്ങളില് കടലിൽ നിന്നും കരയിലേക്ക് പ്രവഹിക്കുന്ന വായുവാണ് കടൽക്കാറ്റ്. ഓക്കെ, ഉഷ്ണവായു എവിടെയാണ് രൂപപ്പെടുന്നത്? ന്യൂനമർദ്ദ മേഖലകളില്, തീരപ്രദേശങ്ങളില് പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉഷ്ണമേഖലകളില് തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഉഷ്ണവായു കരഭാഗത്തെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഈ സമയം കടലില് താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്? കരക്കാറ്റ്. രാത്രി കാലങ്ങളിലാണ്. ഇപ്പൊ രാത്രി കാലങ്ങൾ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയും.
എന്നാൽ കടൽ എന്താണ്? ആ സമയത്ത് രാത്രി സമയത്ത് കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ചൂട് കൂടുതലാവുമ്പോൾ ന്യൂനമർദ്ദമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ കടൽക്കാറ്റിന്റെ സമയത്തും കരയില് തീരപ്രദേശത്ത് ന്യൂനമർദ്ദമാണല്ലേ, ചൂട് കൂടുതലാണ്. അപ്പോൾ ഇവിടെ കരക്കാറ്റിന്റെ സമയത്തും കടലിലാണ് എന്ത്, ന്യൂനമർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഉച്ചമർദ്ദ മേഖല ഏതായിരിക്കും? കരയായിരിക്കും. നേരത്തെ കടൽക്കാറ്റിന്റെ സമയത്ത് ഉച്ചമർദ്ദ മേഖല കടലായിരുന്നു. അപ്പൊ ഇവിടെ ഉച്ചമർദ്ദ മേഖല, കരക്കാറ്റിന്റെ സമയത്ത് ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും തണുത്ത കരക്കാറ്റ് എവിടേക്ക് പോകും? ന്യൂനമർദ്ദമായ കടലിലേക്ക് പോകും. ഓക്കെ, ന്യൂനമർദ്ദമായ കടലിലേക്ക് പോകും. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കരക്കാറ്റും കടൽക്കാറ്റും ഓക്കെ അല്ലേ? സെറ്റായില്ലേ? നന്നായിട്ട് മനസ്സിലായില്ലേ? സെറ്റല്ലേ? ഇനി നമ്മള് കോറമണ്ടൽ തീരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ? കിഴക്കൻ തീരങ്ങളിൽ കോറമണ്ടൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കിഴക്കൻ തീരത്ത്, അതായത് കിഴക്കൻ തീരങ്ങളിലെ കോറമണ്ടൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. കാരണം മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. മൺസൂൺ കാറ്റുകൾ പിൻവാങ്ങുന്ന സമയത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കോറമണ്ടൽ തീരത്ത് മഴ ലഭിക്കും. ഈ പിൻവാങ്ങൽ കാലയളവിൽ നമുക്ക് കേരളത്തിലും മഴ ലഭിക്കാറുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നവംബർ മാസങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ എന്ത് രൂപപ്പെടാറുണ്ട്? ഇപ്പോഴേ രൂപപ്പെട്ടിരുന്ന ചക്രവാതങ്ങൾ. അങ്ങനെ ചക്രവാതങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കിഴക്കൻ തീരത്തുമൊക്കെ എന്ത് ലഭിക്കാറുണ്ട്? മഴ ലഭിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. നമ്മൾ തീരദേശത്തെ മണ്ണിനങ്ങളെ കുറിച്ച് എക്സാമിന് ചോദിക്കും, ഷുവറാണ്. നമുക്കതിനകത്ത് നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നതെന്ന് നമുക്കറിയാം അല്ലേ? മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും. ലാറ്ററൈറ്റ് മണ്ണിന്റെ നിറമാണ് മഞ്ഞയും ചുവപ്പ് നിറവുമാണ്. അതുപോലെ കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും ഒക്കെ ഈ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ കിഴക്കൻ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, എക്സാമിന് ചോദിക്കും, കിഴക്കൻ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ തീരങ്ങളിൽ ജൈവാംശം കൂടിയ പീറ്റുമണ്ണും അതുപോലെ തന്നെ മഞ്ഞയും ചുവപ്പ് നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും മണൽ നിറഞ്ഞ മണ്ണുമാണ് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി നമ്മൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ ഭാഗമാണ് ഗുജറാത്ത് തീരപ്രദേശം എന്നറിയാം. ഈ ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്നതാണ് കറുത്ത മണ്ണും തീരദേശ എക്കൽ മണ്ണും ലവണ മണ്ണും. ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കാം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് തീരത്ത് കറുത്ത മണ്ണും തീരദേശ എക്കൽ മണ്ണും ലവണ മണ്ണും. അതേപോലെ കൊങ്കൺ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണല്ലേ. അവിടെ കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. എന്നാൽ മലബാർ തീരപ്രദേശം, പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്ന മണ്ണിന്. എക്കൽ മണ്ണും പീറ്റ് മണ്ണും സെറ്റല്ലേ. ഇനി കിഴക്കൻ തീരപ്രദേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരദേശ എക്കൽ മണ്ണ്, അതേപോലെ ഡെൽറ്റ എക്കൽ മണ്ണ്. കൂടുതലും ഡെൽറ്റ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഡെൽറ്റ രൂപീകൃതമാകുമെന്ന്. തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ് കിഴക്കൻ തീരപ്രദേശത്ത് ഉണ്ടാവുക. ലക്ഷദ്വീപ് പടിഞ്ഞാറൻ തീരപ്രദേശത്താണെന്ന് നിങ്ങൾക്കറിയാം. അറബിക്കടൽ പവിഴ മണൽ മണ്ണാണ് എവിടെയുള്ളത്? ലക്ഷദ്വീപിലുള്ളത്. അതേപോലെ ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തില് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ തീരദേശ സസ്യങ്ങളെ കുറിച്ച്, കുറച്ച് തീരദേശ സസ്യങ്ങളെ കുറിച്ചും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അതിനകത്ത് നമ്മള് കണ്ടൽക്കാടുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ തീരദേശ സസ്യങ്ങളിൽ വരണ്ട തീരദേശ സസ്യങ്ങളിലും ആർദ്ര തീരദേശ സസ്യങ്ങളും ഉണ്ട്. അതിൽ ഈ വരണ്ട തീരദേശ സസ്യങ്ങളാണ് തീരമണൽ പരപ്പുകളിൽ കാണപ്പെടുന്ന
സസ്യങ്ങളും അതുപോലെ തന്നെ തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. എന്നാൽ ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്, എക്സാമിന് ചോദിക്കും, കണ്ടൽക്കാട്. കണ്ടൽക്കാട് ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽപ്പായലുകൾ, കടൽ സസ്യങ്ങള്, കോറൽ സസ്യങ്ങൾ. കാരണം ഒരു ആർദ്രതയാണ് അതിനകത്തുള്ളത് അല്ലേ. ഫുള്ള് വെള്ളം അല്ലെങ്കിൽ പോലും ഒരു ആർദ്രതയാണ് അല്ലെ. തീരസമതലങ്ങളിൽ മിക്ക പ്രദേശങ്ങളും ഇക്കാലത്ത് നമുക്കറിയാം വ്യാപകമായിട്ട് കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുള്ളതാണ്. അതിനാല് സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകളൊക്കെ തീരസമതലങ്ങളിൽ കാണപ്പെടാറുണ്ടെന്ന് അറിയാം. തീരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതാണ് കണ്ടൽക്കാട്. ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ണൂരിലെ ധർമ്മടത്തുള്ള കണ്ടൽക്കാടിന്റെ ചിത്രമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണമായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യമാണ്. അത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ആർദ്ര തീരദേശ സസ്യം അല്ലെ. ലവണ ചതുപ്പ് നില സസ്യം, ആർദ്ര തീരദേശ സസ്യമാണ് കണ്ടൽക്കാടുകൾ അല്ലെ. കണ്ടലുകൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണമായി വളരുന്ന ലവണ ജല ചതുപ്പ് സസ്യമാണ്. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് എന്തുണ്ട്? എക്സാമിന് ചോദിക്കുക, കിലോമീറ്റർ എന്ന് ഓർത്തിരുന്നുള്ളൂ. 380 കണ്ടൽക്കാടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് അല്ലെ. ഏറ്റവും വലിയ കണ്ടൽക്കാട് പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. കണ്ടലുകളുടെ പ്രത്യേകത നമുക്കറിയാം, വിവിധ മത്സ്യങ്ങളും മറ്റ് ജലജീവികളുടെയൊക്കെ പ്രജനനം നടത്തുന്നത് ഈ കണ്ടൽ സസ്യങ്ങളിലാണ്, കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കാണ്. അതുപോലെ തന്നെ സുനാമിയെയും ചുഴലിക്കാറ്റിനെയൊക്കെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ഒരുവിധം തടയാനായിട്ട് തീരദേശത്തെയും ജനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ കണ്ടലുകളാണ്. അതുപോലെ തന്നെ തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം കൂടിയാണ് കണ്ടലുകൾ. എക്സാമിന് ചോദിക്കും, ഷുവറായിട്ടുള്ള ഈ ദിനം ഒന്ന് അറിഞ്ഞിരിക്കണം, കണ്ടൽ ദിനം. കണ്ടൽ ദിനം എന്ന് പറയുന്നത് ജൂലൈ 26 ജൂലൈ 26. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് നാം ആചരിക്കുന്നുണ്ട്. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് നാം ആചരിക്കുന്നത്, മറന്നു പോകരുത്. നമ്മൾ ഈ ധാതു നിക്ഷേപങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം അലോഹ ധാതു നിക്ഷേപങ്ങളുണ്ട് അല്ലെ. ഇരുമ്പ്, മാംഗണീസും ബോക്സൈറ്റും ഇവയൊക്കെ തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാനുള്ള മോണോസൈറ്റ് പോലുള്ള അപൂർവമായിട്ടുള്ള ധാതുക്കളും തീരദേശ കരിമണലിലൊക്കെ കാണപ്പെടുന്നുണ്ട്. മോണോസൈറ്റ് പോലുള്ള യുറേനിയം വേർതിരിച്ചെടുക്കുന്ന ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാനുള്ള മോണോസൈറ്റ് എന്ന് പറയുന്ന ധാതുവാണ്. ഇതിനകത്ത് ഓർത്തിരിക്കണം, ഈ കരിമണൽ, അതായത് ഈ മോണോസൈറ്റ് പോലെയുള്ള അപൂർവ ധാതു കാണപ്പെടുന്ന സ്ഥലങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. യുറേനിയം വേർതിരിച്ചെടുക്കാനുള്ള ആണവ ഇന്ധനമാണ് യുറേനിയം. ഈ യുറേനിയം വേർതിരിച്ചെടുക്കാനായിട്ടുള്ള അപൂർവ ധാതുവാണ് ഇത് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ചവറയിലും തീരപ്രദേശങ്ങൾ കാണപ്പെടാറുണ്ട്. അതേപോലെ ഒഡീഷയിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ തരത്തിലുള്ള കരിമണൽ, ഈ തീരദേശ കരിമണൽ, ഏതൊക്കെ മോണോസൈറ്റ് അടങ്ങിയിട്ടുള്ള തീരദേശ കരിമണൽ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലും തമിഴ്നാട്ടിന്റെ ചില തീരങ്ങളിലും ഒക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ തീരസമതലങ്ങളിലൂടെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അതിനെക്കുറിച്ച് കുറേയധികം പോയിന്റ്സ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനം ചെയ്യും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.